വയനാട്ടിൽ ഉരുൾപൊട്ടിയതിനു ശേഷം പല VIPസും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. പക്ഷെ ഒരു VVIP വന്നില്ല. ആരാത്? അത് മറ്റാരുമല്ല, സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി എവിടെ 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 എന്ന് ചോദിച്ചുകൊണ്ട് നൂറുകണക്കിന് ക്രിയേറ്റേഴ്സ് ആണ് മുന്നോട്ട് വന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാടിൽ ദുരന്തം നടന്നത് അറിഞ്ഞില്ലേ? ക്രിയേറ്റേഴ്സ് മാത്രമല്ല, സുരേഷ് ചേട്ടൻ എവിടെയെന്ന് ചോദിച്ചത്. ഈ വീഡിയോയുടെ താഴെയൊക്കെ വന്ന കമന്റിൽ കൂടുതലായിട്ടുള്ളത് സുരേഷ് ചേട്ടൻ എവിടെ 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 എന്ന് ചോദിച്ചത് കണ്ട ഒരു സുരേഷ് ചേട്ടന്റെ PR വർക്ക് എടുക്കുന്ന ഒരു സംഘി സുരേഷ് ചേട്ടനെ വിവരടിച്ചു. അപ്പൊ സുരേഷ് ചേട്ടൻ എനിക്ക് തോന്നി വയനാട്ടിൽ പോയി ജനങ്ങളുടെ മനസ്സിലുള്ള സിമ്പതി പിടിച്ചു പറ്റിയിട്ടില്ലെങ്കിൽ പണി പാളുമെന്ന്. അപ്പൊ തന്നെ സുരേഷ് ചേട്ടൻ വന്നു. അപ്പൊ സുരേഷ് ചേട്ടൻ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം. പ്ലേ ചെയ്യാം. ദുരന്ത മേഖലയിൽ ആശ്വാസത്തിന്റെ യാത്രയായിരുന്നു യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി നടത്തിയത്. ദുരന്തമുഖത്ത് ഒരു കേന്ദ്രമന്ത്രി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയുള്ള ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം സുരേഷ് ചേട്ടനെ പോലുള്ള ഒരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ആശ്വസിക്കാം. സുരേഷ് ചേട്ടൻ എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള ഒരു ആശ്വാസം ഉണ്ടാവും. ആശ്വസിപ്പിക്കൽ മാത്രം പോരാ, നിങ്ങൾ വിചാരിച്ചാൽ അവിടെയുള്ള ആൾക്കാർക്ക് പലതും ചെയ്തു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്തു കൊടുക്കണം. അല്ലാതെ ഒരു യഥാർത്ഥ സംഖ്യയുടെ സ്വഭാവം പുറത്തെടുക്കരുത്. അതെനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ് സുരേഷ് ഗോപി. അങ്ങ് വളരെ ഇമോഷണലി പല കാര്യങ്ങളെയും കാണുന്ന ആളാണ്. അത്രമാത്രം ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ ദുരന്ത മേഖല യാത്ര. തീർച്ചയായിട്ടും സുരേഷ് ചേട്ടനിക്ക് അവിടെ എത്തിയതിനു ശേഷം നല്ലൊരു ഫീലിംഗ്സ് ആയിട്ട് തോന്നുന്നുണ്ട്. സുരേഷ് ചേട്ടന്റെ മുഖം തന്നെ ശ്രദ്ധിച്ചു നോക്ക്. ഇങ്ങനെ മുഖമൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ പറയും ഇതൊക്കെ നാടകത്തിന്റെ ഭാഗമാണെന്ന്. എനിക്ക് അങ്ങനെ പറയാൻ താല്പര്യമില്ല. കാരണം സുരേഷ് ചേട്ടനിക്ക് അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സുരേഷ് ചേട്ടന്റെ നാടകമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ സുരേഷ് ചേട്ടൻ അങ്ങനത്തെ ഒരാളല്ല. സുരേഷ് ചേട്ടൻ നിങ്ങൾക്ക് എന്താ പറയാനുള്ള പറഞ്ഞോ? അതിദാരുണമാണ്. അപ്പോൾ സുരേഷ് ചേട്ടൻ വയനാട്ടിൽ എത്തിയതിനു ശേഷം മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് അതിദാരുണമായിട്ടുള്ള അവസ്ഥയാണെന്നാണ്. അതിദാരുണമായിട്ടുള്ള അവസ്ഥയാണെന്ന് സുരേഷ് ചേട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കുറെ പേര് മരിച്ചു, കുറെ പേര് രക്ഷപ്പെട്ട് ക്യാമ്പുകളിൽ താമസിക്കുന്നു. വീട് പോലും ഇല്ലാതെ, വീടില്ലാതെ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളുടെ കൂടെ അവരുടെ കൂടപ്പറപ്പ് ഇപ്പോൾ ഇല്ല. അതൊക്കെ കാണുന്ന ഒരു കണ്ണിച്ചുവരെയുള്ള ഒരാൾക്ക് അതിദാരുണ അവസ്ഥ എന്ന് തന്നെ പറയാൻ പറ്റൂ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അതിന്റെ ടോപ്പ് എൻഡിൽ പോയി നിന്ന് കണ്ടതാണ്. വിശ്വസിക്കാൻ ഭൂമി അങ്ങ് പിളർന്നു കൊടുത്ത് എടുത്തോണ്ട് പോയി എന്നേ പറയാനൊക്കത്തുള്ളൂ. സുരേഷ് ചേട്ടാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ സങ്കടത്തോടെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ട്രോളന്മാർ നിങ്ങളെ ട്രോളി കൊല്ലും. കാരണം അവന്മാര് പറയാൻ ഇതൊക്കെ നാടകമാണ്, നാടകത്തിന്റെ സങ്കടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ട്രോളൊക്കെ ഇറക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടമായിരിക്കാം നിങ്ങൾ ഇത്രയും സങ്കടത്തോടെ സംസാരിക്കുന്നത്. പക്ഷെ ട്രോളന്മാർ അതൊന്നും നോക്കൂല. ട്രോളന്മാർക്ക് കാശുണ്ടാക്കണം ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ കളിയാക്കിക്കൊണ്ട് കുറെ ആൾക്കാർ മുന്നോട്ട് വരും. അതിലൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. സുരേഷ് ചേട്ടന്റെ സങ്കടമായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പം അങ്ങ് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഇനി ഇതിന് നൽകാൻ പോകുന്ന സഹായം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലല്ല, അല്ലാതെ തന്നെ ഞാൻ വന്ന് മനസ്സിലാക്കി ഞാൻ ഇത് അറിയിക്കേണ്ടത് എന്നെ ആരിങ്ങോട്ട് അയച്ചോ. സുരേഷ് ചേട്ടൻ വയനാട്ടിൽ എത്തിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും എന്നെ കുറ്റം പറയൂലല്ലോ. കാരണം വേറൊന്നല്ല, സുരേഷ് ചേട്ടൻ സ്വമേധയായിട്ട് വന്നതല്ല. സുരേഷ് ചേട്ടൻ ആരോ പറഞ്ഞു വിട്ടതാണ് പോലോ. എന്നെ ആരിങ്ങോട്ട് അയച്ചോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ സുരേഷ് ചേട്ടനെ കുറ്റം പറയാതെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ സുരേഷ് ചേട്ടൻ തന്നെ പറയാണ് സുരേഷ് ചേട്ടന് ആരോ പറഞ്ഞു വിട്ടതാണ്, അല്ലാതെ സ്വമേധയാ വന്നതല്ലെന്ന്. എന്നെ ആരിങ്ങോട്ട് അയച്ചു. ഉരുൾപൊട്ടി കുറെ ആൾക്കാർ മരിച്ചു കിടക്കുമ്പോൾ പോലും നിങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ പൊളിറ്റിക്സ് കളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴല്ലേ ഞങ്ങളെ പോലുള്ള ട്രോളന്മാരൊക്കെ നിങ്ങളെടുത്ത് പോയിരിക്കുന്നത്. എന്താ പറയാനല്ലേ, സ്വമേധ വന്നതല്ല പോലോ. ആരിങ്ങോട്ട് അയച്ചോ. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും സ്വമേധ വന്നതല്ല, ആരോ പറഞ്ഞു വിട്ടിട്ട് വന്നതാണ്. ബാക്കി പറ. പക്ഷെ വളരെ പ്രധാനം, എത്ര ആയിരം പേരാണ് ഇതൊന്നും ഒരു ടെക്നിക്കൽ അറിവില്ലാതെ അവിടെ വന്ന് വോളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുന്ന. അപ്പോൾ വോളണ്ടിയേഴ്സിനെ പൊക്കി അടിക്കാണ്. ആയിരക്കണക്കിന് വോളണ്ടിയേഴ്സ് ഉണ്ടല്ലോ അവിടെ. അവന്മാരുടെ സപ്പോർട്ട് കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതല്ലേ അവരുടെ പാർട്ടിക്ക്. അതാണ് ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നത്. സുരേഷ് ചേട്ടാ, നിങ്ങൾ ഇനി ആരെയൊക്കെ പൊക്കി അടിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ സ്വമേധയായിട്ടല്ല വയനാട്ടിൽ വന്നതെന്ന് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഞങ്ങൾ കേട്ടു. എന്താ പറയാനല്ലേ. ഇനി വലിയൊരു പ്രശ്നം പുനരധിവാസമാണ്, റീഹാബിലിറ്റേഷൻ. നടക്കും. പണ്ട് ഒരു സിനിമയിൽ കണ്ട സീനാണ് ഓർമ്മ വന്നത്. ഒരു MLA യോട് ഒരു അണി വന്നിട്ട് പറയും എനിക്കൊരാവശ്യമുണ്ട്. അപ്പോൾ MLA പറയും നടക്കും, നടത്തി തരാം. എന്നിട്ട് കുറേ കാലം അയാളെ നടത്തിച്ച്. അതേപോലെ നടത്തിക്കാതെ നിൽക്കണേ ഈ പാവങ്ങളെ. അതെനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ പറഞ്ഞില്ല. ബൈ.